ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 10 ഡേ 9 ആണ്. ഇപ്പോൾ ഇന്നും നിറഞ്ഞു നിൽക്കുന്നത് ഗബ്രിയേലും ജാസ്മിനും അവരുടെ കുറേ ലവ് സ്ട്രാറ്റജി അല്ലാതെ അവർ പറയുന്നു അവർ പ്യുവർ ഫ്രണ്ട്ഷിപ്പാണെന്ന് പറയുന്നു. സത്യത്തിൽ ഇത് പ്യുവർ ഫ്രണ്ട്ഷിപ്പും അല്ല, ഇതൊരു ലവും അല്ല, അതിനൊക്കെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഗെയിമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും കളിക്കുന്ന ഈ ഗെയിം അവർ വിചാരം ഇപ്പോൾ നമ്മൾ ദിൽ റോബ്, അതുപോലെ തന്നെ അതിന് മുമ്പ് എന്താണ് പേളി മണിയും ശ്രീനിഷ് ഉണ്ടായിരുന്നില്ലേ, ആ ഒരു ട്രാക്കൊക്കെ ഇവർ പുറത്ത് വരുമ്പോൾ ആൾക്കാരൊക്കെ ഇവർക്ക് ഒരു പേരൊക്കെ ഇട്ട് വിളിക്കും. എങ്ങനെ രണ്ടുപേരും പേര് ചേർത്തിട്ടൊക്കെ ഇടുന്ന ഒരു ഇതുണ്ടല്ലോ, ദിൽ റോബ്, അങ്ങനെയൊക്കെ വിളിക്കുന്നു വിചാരിച്ചെന്നിരിക്കുന്നത്. ഇപ്പോൾ ഗബ്രി എന്നുള്ളതിൻ്റെ മാറ്റിയിട്ട് ഇപ്പോൾ ജബ്രി എന്ന പോലെ ആയിട്ടുണ്ട്. കാരണം ജാസ്മിൻ്റെ ജായ എടുത്തിട്ട് ഗബ്രിയുടെ ബ്രീ എടുത്തിട്ട് ജബ്രി എന്നൊക്കെ വിളിച്ച് തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അതൊരു വീഡിയോ ആയിട്ടൊരു ലവ് ട്രാക്കിലേക്കൊന്നും പോയിട്ട്, കാരണം അത്രയും ക്രിഞ്ചായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഒരു വെറുപ്പിക്കലൊക്കെ എൻ്റെ ഒരു അങ്ങേയറ്റമാണ് ഇവർ സ്ക്രീനിൽ വരുമ്പോൾ തന്നെ നമുക്കൊരു വെറുപ്പാണ്. ഇപ്പോൾ ഒന്ന് രണ്ട് റിവ്യൂസൊക്കെ ഇവരുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പുകഴ്ത്ത് വീഡിയോ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് മറ്റുള്ള ആൾക്കാർക്ക് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കാണുമ്പോൾ ദഹിക്കുന്നില്ല. അതായത് ഇവർ ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി ഒരു ചെറുക്കൻ്റെ കൈ പിടിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ തിരിച്ച് അവന് ഒരു ഉമ്മ കൊടുക്കുമ്പോൾ അതിലൊക്കെ പ്രേക്ഷകർക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സദാചാര ബോധം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ എതിർക്കുന്നത്. അതിന് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അതിൽ സത്യസന്ധമായുള്ള കാര്യമാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഗെയിമിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളാണെന്ന് ഈ റിവ്യൂസിനൊക്കെ അറിയാം. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന റിവ്യൂസിൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. 99% ആൾക്കാരും പറയുന്നത് ഇത് ശരിയല്ല എന്നുള്ള രീതിയാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി ഫ്രണ്ട്ഷിപ്പിൽ ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് എതിർപ്പുള്ള അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവർ കാട്ടിക്കൂട്ടുന്നത് പ്രഹസനം. ആ പ്രഹസനത്തിന് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഇന്നത്തെ കാലത്ത് ഒരു ആൺകുട്ടി പെൺകുട്ടി ഇരുന്നുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് അതിനെ ഉയർത്തി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മോശമായിട്ട് തന്നെ നമുക്ക് തോന്നുന്നത്. അതൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ പേഴ്സണലി. ഞാനിപ്പോൾ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിലുള്ളൊരു സൗഹൃദത്തെ അധികം മോശം എന്ന രീതിയിലൊന്നും ഞാൻ കരുതുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. പക്ഷേ ഇവരുടെ ആ സൗഹൃദത്തിൽ അതിര് വിട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് എനിക്കതിൽ എതിർപ്പായിട്ട് തോന്നുന്നത്. എനിക്കൊന്ന് 99% ആൾക്കാർ ആ ഒരു കാര്യത്തിലാണ് എതിർപ്പ്. 1-2 റിവ്യൂസാണ് ഇവർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേ വലിയ അവരൊക്കെ പറയുന്നത് വലിയ ന്യൂജൻ പിള്ളേരാണ്. അപ്പോൾ ന്യൂജൻ പിള്ളേരായതുകൊണ്ട് അവരുടെ ലോകം വേറെ. എന്ത് ന്യൂജൻ പിള്ളേർ? ഇതിന് ന്യൂജനോ ഓൾഡ് ജനോ അങ്ങനെയൊന്നുമില്ല. നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് വിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അത് വൾഗാരിറ്റി തന്നെയാണെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ജാസ്മിൻ്റെയും ഈ ഗബ്രിയലിൻ്റെയും ഒക്കെ ഫ്രണ്ട്ഷിപ്പിന് അല്ലെങ്കിൽ അവരെ ലവോ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് നമുക്ക് തന്നെ അറിയില്ല. ആകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ഒരു കേസാണ്. അപ്പോൾ അത് വിട്ടിട്ട് ആ വീട്ടിൽ എന്തുണ്ട് എന്ന് നമുക്ക് ചർച്ച ചെയ്യുകയാണെങ്കിൽ നമുക്ക് എടുത്ത് പറയാൻ ഇപ്പോൾ ജിൻഡോയുടെ ഒരു ഭരതനാട്യം അല്ലേ, അത് നന്നായിട്ട് തോന്നി, ഒരു കോമഡി ആയിട്ട് തോന്നി. അത് കണ്ടിട്ട് ബിഗ് ബോസ് തന്നെ അയാളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് ആ ഡാൻസ് ചെയ്തത് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥ പറച്ചിലായിരുന്നു. നമ്മുടെ യമുന റാണിയുടെ ഒരു കഥ പറഞ്ഞു, പിന്നെ ഋഷിയുടെ കഥ പറഞ്ഞു, പിന്നെ റസ്മിൻ അവരുടെ ഒരു കഥ പറഞ്ഞു. അപ്പോൾ ഇതിൽ ഋഷിയുടെയും റസ്മിൻ്റെയും കഥ ഏകദേശം ഒരേപോലെ ആയിരുന്നു. അവരെ കുടുംബത്തിലെ അച്ഛൻ ഭയങ്കര കുടിയനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുടുംബം നോക്കിയിട്ടില്ല. അവരമ്മയായിരുന്നു കുടുംബം മുഴുവൻ നോക്കി കഷ്ടപ്പെട്ട് നോക്കി. പിന്നെ അവർ വലുതായി വന്നപ്പോൾ അവർ കുടുംബം നോക്കുന്നു. സെയിം സ്റ്റോറിയാണ്. അതിന് വ്യത്യസ്തമായിട്ട് യമുനയുടെ കഥ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ യമുന അരുണാചൽ പ്രദേശിൽ ജനിച്ചു. അവിടെ കുറച്ച് നാൾ നിന്നതിന് ശേഷം നാട്ടിൽ വന്നു. കൂട്ടുകുടുംബത്തിലേക്കാണ് വന്ന് അമ്മയുടെ തറവാട്ടിലോട്ട് വന്നു. അവിടെ കൂട്ടുകുടുംബം പ്രശ്നങ്ങൾ വന്നു. പിന്നെ അവർക്ക് സ്വന്തമായിട്ട് ജോലിക്ക് പോകേണ്ടി വന്നു. അവർ കുടുംബം നോക്കി. അതിനിടയ്ക്ക് അവർക്ക് സീരിയലൊരു ഓഫർ വന്നു. അങ്ങനെ അവർ കയറി ആ കഥയൊക്കെ പറഞ്ഞു. പിന്നെ ഡൈവോഴ്സായി. ആ ഒരു കഥ അത് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് തോന്നി. അതൊന്നും കുഴപ്പമില്ല. അവരധികം എന്താ പറയുക വെറുപ്പിക്കലൊന്നും എനിക്ക് തോന്നി. ഋഷിയുടെ കഥ കേട്ടപ്പോഴും റസ്മിൻ്റെ കഥ കേട്ടപ്പോഴും കേട്ടിരിക്കാനൊക്കെ തോന്നി. നമ്മുടെ രതീഷ് പറഞ്ഞ കഥ പോലെ ഒന്നും അല്ല കേട്ടോ. രതീഷ് കരയുമ്പോൾ നമ്മൾ ചിരിക്കുകയായിരുന്നു, അതാണ് ഉണ്ടായത്. പക്ഷേ ഇവരെ കഥ കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ഋഷിയുടെ കഥയൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയായിരുന്നു. അവർ നന്നായിട്ട് തന്നെ അത് അവതരിപ്പിച്ചത്. അതുപോലെ യമുനയായാലും യമുനയുടെ രീതിയിൽ അവർ നല്ലതായിട്ട് അവതരിപ്പിച്ചു. പിന്നെ ഒരു ഗെയിമായിരുന്നു, ബോൾ എറിയുന്ന ഒരു ഗെയിം. കുറേ ഗ്ലാസ്സുകൾ കൂട്ടി വെച്ചിട്ട് ഏറ്റവും ഉയരത്തിൽ ഈ ഗ്ലാസ്സുകൾ ക്രമീകരിച്ച് വെക്കണം ഒരു ടീം. അപ്പോൾ ഇതിന് എതിരെ നിന്നിട്ട് ബോൾ എറിഞ്ഞ് ആ ഗ്ലാസ് ഇങ്ങനെ വെക്കുന്ന ഗ്ലാസ്സുകളിലേക്ക് ബോൾ എറിഞ്ഞ് അത് തകർക്കണം. അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ശരിക്കും ഗ്ലാസ്സുകൾ ഏറ്റവും ഉയരത്തിൽ വെക്കുന്ന ടീം ജയിച്ചു. അതായിരുന്നു ഗെയിം. അപ്പോൾ ബോളുകൾ ഒരുപാട് ആൾക്കാർ എറിയുന്നുണ്ട്. അപ്പോൾ മുന്നിൽ ഇതിൻ്റെ ഗ്ലാസ്സുകൾ തകർക്കാതിരിക്കാനായിട്ട് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഈ ബോൾ വരുമ്പോൾ എന്തായാലും മേത്തൊക്കെ കൊള്ളും അല്ലേ. സ്ത്രീകളാണെങ്കിൽ കൊള്ളും, പുരുഷന്മാരാണെങ്കിലും കൊള്ളും.
അതിന് ഗബ്രി അതിന് വേറൊരു ലെവലിലോട്ട് എടുത്ത് വളരെ മോശമാക്കിയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് സ്ത്രീകളുടെ ആസ്ഥാനത്തേക്ക് മാത്രം ഉന്നമിച്ചുകൊണ്ട് നമ്മളുടെ റോക്കി ബോൾ എറിഞ്ഞു എന്നുള്ള രീതിയിൽ ഗബ്രി ഒരു ഇത് എടുത്തു, ഒരു ഗെയിമായിട്ട് തന്നെ എടുത്തു, ഒരു തന്ത്രം അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ടോക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് റോക്കിക്കെതിരെ വീട്ടിനകത്തും പുറത്തും ചർച്ചയാവുന്ന രീതിയിലാണ് ഗബ്രി അത് ഇട്ടത്. ഗബ്രിയുടെ ആസ്ഥാനത്തും ഒരു 5-6 ബോൾ കൊണ്ടു എന്തൊക്കെയാണ് ഗബ്രി പറയുന്നത്. ഇങ്ങനൊരു ഗെയിം ആകുമ്പോൾ എങ്ങനെയാണ് ഉള്ള ആൾക്കാർ എറിയും അല്ലേ? അത് ഇവിടെ വേണേ കൊള്ളാം, കൈമ കൊള്ളാം, തലമ കൊള്ളാം, വയറുമ കൊള്ളാം, ഇവൻ ഉദ്ദേശിക്കുന്ന ഈ ആസ്ഥാനത്തൊക്കെ കൊള്ളാം, സ്ത്രീകളുടെയും പുരുഷന്മാരെയും ഒക്കെ കൊള്ളാം. പിന്നെ കളിക്ക് വരരുത്, ആ കളിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം, അല്ലെങ്കിൽ പിന്നെ ബിഗ് ബോസിലോട്ട് വരരുത്. ഇതൊക്കെ ഇത്രയും ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കുന്ന ഗബ്രി എന്ത് കളിയാണ് അതിനകത്ത് കളിക്കുന്നത്? വളരെ മോശമാണ് ഗബ്രിയുടെ അപ്രോച്ച്. ഓരോ ഗെയിമായാലും അതിനകത്ത് ആൾക്കാരോടുള്ള പെരുമാറ്റ രീതിയാണെങ്കിലും ഗബ്രിയുടെ ഗ്രാഫ് ബിഗ് ബോസിനകത്ത് താഴ്ന്നു പോകണം, ഒരു വെറുക്കപ്പെട്ടവനായിട്ട് പോവാണ് ഗബ്രി ഓരോ ദിവസം ചെല്ലുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ഭയങ്കര ഇഷ്യൂ ആക്കി ശ്രീരേഖയുടെ അസ്ഥാനത്തെറിഞ്ഞു, അതുപോലെ മറ്റ് കൂടെ നിന്നിരുന്ന ജാൻമണിയുടെ അസ്ഥാനത്തെറിഞ്ഞു. ഇതൊക്കെ പറയുന്നവൻ തന്നെ. എന്നാൽ ഈ ശ്രീരേഖയ്ക്കോ ജാൻമണിക്കോ യാതൊരു തരത്തിലുള്ള കംപ്ലൈൻറ്റും ഇല്ല. അപ്പോൾ ഗബ്രി പറയുമ്പോൾ ഗബ്രീനെ കൂട്ടുപിടിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും വരുമല്ലോ ജാസ്മിൻ വന്നു. അത് വലിയൊരു ഇഷ്യൂ ആക്കി അവരെ കൺവിൻസ് ചെയ്യിക്കണം കേട്ടോ. ഈ ശ്രീരേഖയും അതുപോലെ തന്നെ ജാൻമണിയും കൺവിൻസ് ചെയ്തിട്ട് ഇവനെ എതിരെ പറയിപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ് പിന്നെ ജാസ്മിനും ഗബ്രിയും എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അസ്ഥാനത്ത് പറയുമ്പോൾ അവിടെ കയറിയിട്ട് നമ്മളുടെ ജിൻഡോ സിജോ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അത് സിജോ ശരിക്കും അവിടെ പ്ലേ ചെയ്തു. സിജോ ചോദിക്കുന്നുണ്ട്, ഈ സ്ത്രീകളുടെ അസ്ഥാനത്ത് ഏത് സ്ത്രീകളുടെ അസ്ഥാനത്താണ് കൊണ്ടത്, അവർ പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ അപ്പോഴാണ് ശരിക്കും ശ്രീരേഖയ്ക്കും അതുപോലെ ജാൻമണിക്കും ഒക്കെ കത്തിയത്. കാരണം അവരെ കരുക്കളാക്കിയിട്ട് ജബ്രി എന്നാണ് എനിക്ക് വരുന്നത്, ഗബ്രിയും അതുപോലെ തന്നെ ജാസ്മിനും കൂടെ കളിക്കുന്നൊരു കളിയാണെന്ന് ശ്രീരേഖയ്ക്ക് പെട്ടെന്ന് കത്തി. അതുകൊണ്ടാണ് ശ്രീരേഖ വേഗം വന്നിട്ട് പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ കാര്യം ശരി, പക്ഷേ ഇതെൻ്റെ കൈയുടെ ഇവിടെ കൊണ്ടു അവിടെ കൊണ്ടു അതൊക്കെ ശരി. റോക്കി ചിലപ്പോൾ ഉന്നം വെച്ച് തന്നെയായിരിക്കും എറിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ഇതൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമാണ്. ഞാൻ അത് അങ്ങനെ ഒരു സ്പോർട്സ് സ്പിരിറ്റ് അങ്ങനെ എടുത്തിട്ടുള്ളൂ. അല്ലാതെ നീ പറയുന്ന രീതിയിൽ അതിനെ മാറ്റിമറിക്കുകയാണെങ്കിൽ ഒരു ഗെയിം മുന്നോട്ട് പോകില്ല. ഇത് ബിഗ് ബോസ് ആണ്, പല ഗെയിമുകളുണ്ടാവും. അപ്പോൾ എനിക്ക് ഇതിനൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു പഠിക്കണല്ലേ, ഗബ്രിയലിൻ്റെ മുഖം വാടിപ്പോയി. പക്ഷേ എനിക്ക് മുഖത്തൊരു അടി കിട്ടിയ പോലെ. കാരണം അവർക്ക് വേണ്ടി വലിയ രക്ഷകനായിട്ട് ഒരു കെയറിങ് എന്നുള്ള രീതിയിൽ നിന്നിട്ട് അവരെന്നെ പറയണേ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞതോടുകൂടി ഗബ്രിയേൽ പിന്നെ അവർക്കെതിരെ ഇനി അവരെ കൂട്ട് നിൽക്കാൻ അവരെ വിശ്വസിക്കില്ല. അപ്പോൾ ജാസ്മിനും അവരെ കൂട്ട് നമുക്ക് അവരെ വിശ്വസിക്കരുത്, നമ്മൾ ഒറ്റപ്പെട്ടു, നമുക്കിവിടെ ആരുമില്ല എന്നുള്ള രീതിയിൽ വളിച്ച കളിയാണ് അവർ രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊന്നൊരു ഗെയിമും സ്ട്രാറ്റജി ഒന്നും പറയാൻ പറ്റില്ല. വേണമെങ്കിൽ ബിഗ് ബോസിൻ്റെ എല്ലാ ദിവസങ്ങളും നിറഞ്ഞു നിൽക്കാം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വായിട്ടടിച്ചിട്ട്. അതുപോലെ അർജുനും പറയുന്നുണ്ട് അല്ലേ, അർജുനും പറഞ്ഞു ഈ അസ്ഥാനത്ത് എന്ന് പറയുന്നത് ഇതൊരു ഗെയിമാണ്. അപ്പോൾ ഈ ഗെയിമാകുമ്പോൾ എങ്ങനെയായാലും ബോള് കൊള്ളും അല്ലേ, അല്ലെങ്കിൽ പിന്നെ കളിക്കാൻ വരരുത്, ഈ കളിയിൽ നിങ്ങൾ വരാനേ പാടില്ല എന്ന് പറഞ്ഞു. അത് കേട്ട വഴിക്ക് ജാസ്മിൻ കുറേ ചൂടായി, മറുപടി കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ ജാസ്മിന്, മറുപടി വേഗം ഓടിപ്പോയി. അതാണ് ജാസ്മിനെ ശരിക്കും പറയണുണ്ടല്ലോ, നന്ന ആലോചിച്ച് അവർ പറയുന്നതനുസരിച്ച് ചൂടാവൊന്നും വേണ്ട, കൃത്യമായിട്ട് മറുപടി കൊടുക്കുകയാണെങ്കിൽ ജാസ്മിനും ഗബ്രിയലിൻ്റെയും വായടയും. പക്ഷെ അവിടെ ഉണ്ടാവുന്ന വെച്ചാൽ ഇവർ പറയുന്നതിനനുസരിച്ചിട്ട് ഇവരുടെ ഇതിൽ പെട്ട് കിടക്കുന്ന കുറച്ച്. ഇപ്പോൾ ജാൻമണി ആണെങ്കിൽ ചില സമയത്ത് ജാൻമണിക്ക് ഒരു ബോധോദയം ഉണ്ടാവും, അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും, പിന്നെ ജാൻമണി വീണ്ടും ഇവർ പറയുന്ന ഈ രീതിയിലോട്ട് വരും. അതുപോലെ തന്നെ ഈ യമുന റാണി അതുപോലെ തന്നെയാണ്. ഇപ്പം കുറച്ച് മനസ്സിലാക്കി വരുന്ന ഒരാളെന്ന് പറയുന്നത് ശ്രീരേഖ, അൻസിബ പണ്ടേ ഇവർ രണ്ടുപേരും തള്ളിയതാണ്. അൻസിബയ്ക്ക് ഒരു താല്പര്യമില്ല, ഇവർ ഗെയിമൊക്കെ നല്ലപോലെ പഠിച്ചിരിക്കുന്നത്. ഇപ്പോൾ സിജോ ഇത്തിരി കയറി വരുന്നുണ്ട്. സിജോ പറയുന്ന ഒരുപാട് പോയിന്റുകൾ നല്ല പോയിന്റുകളാണ്. അത് ജാസ്മിന് അറിയാം. കാരണം ജാസ്മിന് സിജോന് അതിനകത്തൊരു ചെറിയൊരു പേടിയുണ്ട്. കാരണം സിജോ അങ്ങനെ കയറി പോകുമോ, അല്ലെങ്കിൽ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ശരിക്കുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാനായിട്ട് പറ്റുന്ന ഒരു വ്യക്തി സിജോ ആണെന്ന് അത് ജാസ്മിൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ജാസ്മിന് സിജോനെതിരെ കുറേ ആൾക്കാർ കൊണ്ടുവരുന്നുള്ളൊരു തന്ത്രമായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. റോക്കിയെ വെറുക്കപ്പെട്ടവനാക്കണം, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കുതന്ത്രങ്ങൾ ഉണ്ടാക്കണം. അതാണ് രണ്ടുപേരും കൂടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എല്ലാ ഗെയിം കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഗെയിം അവർ വിജയിച്ചു. അത് ഇവർ രണ്ടുപേരും ഇരുന്ന് ഒരുപാട് ക്ലോസ് ആയിട്ടിരുന്ന് ഓരോന്ന് പറയുന്നു. ഇവനെതിരെ ഇരുന്നിട്ട് ഇങ്ങനെ കളിയാക്കുന്ന രീതിയിൽ ഗബ്രിയേലും ജാസ്മിനും പറയുമ്പോൾ അതിൽ പ്രൊവോക്കായിട്ട് നമ്മളുടെ റോക്കി ചെന്നിട്ട് ഇടിക്കുന്നുണ്ട്. ഒരു മരം കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഭിത്തിയിലാണ് ഇടിക്കുന്നത്. പ്ലൈവുഡോ എന്തൊക്കെയാണെന്ന് അറിയില്ല. പെട്ടെന്ന് തകർന്ന് അത് നാശമായിട്ടുണ്ട്. അവിടുത്തെ ഒരു പ്രോപ്പർട്ടി നശിപ്പിച്ചാൽ എന്തായാലും ബിഗ് ബോസ് അത് ചോദിക്കാതിരിക്കില്ലല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും പോയിന്റ് കുറയ്ക്കും. പിന്നെ ആ പോയിന്റ് കുറച്ചാൽ ഇവനെ നോമിനേറ്റ് ചെയ്യാം, ഇവന് പണിഷ്മെൻറ്റ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളാണ്. അതിൽ അവർ വിജയിച്ചു. എത്ര പറഞ്ഞത് ഒരു ഗെയിം ഷോ ആണ്. അപ്പോൾ
അത്തരത്തിലുള്ള ഗെയിം നമുക്ക് കാണുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നും. അല്ലാതെ ഇതുപോലെയുള്ള ഈ 24 hours കൈയും കോർത്തിരിക്കുന്ന രീതിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അതിനുള്ളിൽ പറയുന്ന അതേ അവരുടെ അതേ മനോഭാവം തന്നെയാണ് പുറത്ത് നിന്ന് കാണുന്നത് നമുക്കും തോന്നുന്നത് അല്ലേ. നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവരെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇതുവരെയും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അതൊരു ഭയങ്കര ക്രിഞ്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്ത് സപ്പോർട്ട് ചെയ്യാനാണ് അതിനൊക്കെ? നമ്മളും ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും സൗഹൃദം കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. അവരുടെ സൗഹൃദമൊക്കെ കണ്ടിട്ട് ഇവർ ഇതുപോലൊരു ഗെയിമിന് വേണ്ടിയിട്ട് അതിനകത്തൊരു കളി ശരിക്കൊരു കളിക്കുക എന്ന് പറയുന്നില്ല, അതാണ് അതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യാത്തത്. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ജാസ്മിന് ഗബ്രിയലും വേറെ രീതിയിൽ കളിക്കട്ടെ, അപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഒരു ട്രാക്ക് പിടിച്ച് കളിക്കുന്നത് നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ഗബ്രിയേൽ പിണങ്ങും നല്ല രീതിയിൽ. ഇപ്പോൾ പിണക്കം ഉണ്ടായല്ലോ ജാസ്മിനോട് റോക്കി ചോദിക്കണം ഇങ്ങനെയുള്ളതൊക്കെ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വലിയ നിനക്ക് എങ്ങനെയാണ്. അപ്പോൾ അവരുടെ ഈ റിലേഷനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ ജാസ്മിൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും എൻ്റെ മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ ഞാൻ വിവാഹം കഴിക്കും, അന്യ മതസ്ഥനെ ഞാൻ വിവാഹം കഴിക്കില്ല. ഇതെന്ന് പറയുന്നത് പ്യുവർ ഫ്രണ്ട്ഷിപ്പാണ്, വേറെ ഒന്നുമല്ല. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവനില്ലാതെ വേറൊരാൾ എന്നെ മനസ്സിലാക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് ഇതിനകത്തില്ല. അതുകൊണ്ടാണ് അവനായിട്ട് ഞാൻ ഇത്രയും ക്ലോസ്. പുറത്തു പോയി ഞങ്ങൾ ഇതുപോലെ 24 മണിക്കൂറും കൈ കോർത്ത് പിടിച്ച് നടക്കണമെന്നില്ല. കാരണം ഞങ്ങൾ തമ്മിൽ എനിക്ക് അവിടെ വലിയൊരു ലോകമാണ്, ഇവിടെ ചെറിയൊരു ലോകമാണ്. അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ട് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത് വ്യക്തമാക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് നമ്മുടെ ഗബ്രിയേൽ അവിടെ കടന്നു വരുന്നത്. ഗബ്രിയേൽ അപ്പോൾ പിണങ്ങി കുണുവാവയുടെ പോലെ പിണങ്ങി പോയിരിക്കുന്നു. അതൊക്കെയാണ് അവൻ്റെ ക്യാരക്ടറാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിണങ്ങി പോയിരിക്കും ആരെങ്കിലും. ഈ 18 ആൾ വന്നിട്ട് അവനവിടെ സംസാരിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരാണ്. അവൻ എല്ലാവരോട്ടും മിങ്കിൾ ചെയ്യാൻ, അല്ലാണ്ട് ഈ പെണ്ണിനെ മാത്രം വിളിച്ചുകൊണ്ടിരുന്ന ഇവന് 100 ദിവസം അവിടെ നിലനിൽക്കാൻ പറ്റുമോ? ഇല്ല. അവൻ എന്ത് കണ്ടാണ് ഇതിനകത്തേക്ക് വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും ഇതിൽ ഗെയിമർ എന്ന് പറയുന്നത് ജാസ്മിനാണ്. ജാസ്മിൻ അവനെ ഇട്ടിട്ട് വെച്ചുകൊണ്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രശ്നം. അതിൽ നിന്ന് പുറംചാടി ഗബ്രിയേലിൻ്റെതായിട്ടുള്ള സ്വന്തമായിട്ടൊരു കളി എടുത്ത ഗബ്രിയേലിൻ്റെ കളി നന്നാവും. പിന്നെ റോക്കിയോട് പറയുന്നുണ്ട് ബോളിൻ്റെ ഇതിൽ വന്നപ്പോൾ, നീ ധൈര്യം ഇങ്ങനെ എറിയട, നീ എന്നെ എറിയട, നീ ആണാണെങ്കിൽ നീ ആണും പെണ്ണും എന്നുള്ളതൊന്നും ഒരു തിരിവൊന്നും നമുക്ക് ബിഗ് ബോസിൽ എടുക്കാൻ പറ്റില്ല. എന്താണ് പെണ്ണ്, എല്ലാവരും ഒരുപോലെയല്ലേ, അവർ കിടക്കുന്നത് പോലും ഒരേ റൂമിലല്ലേ. അവിടെ ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ ഒന്നും പറയേണ്ട ആവശ്യം തന്നെയില്ല. എന്നിട്ട് പറയുന്നുണ്ട്, നീ ആണാണെങ്കിൽ ഒന്നും കൂടെ എന്നെ എറിഞ്ഞു നോക്കണം. അപ്പോൾ റോക്കി പോയിട്ട് ഒരു ഏറ് കൊടുത്തു. അപ്പോൾ നീ എന്നെ എറിഞ്ഞു, നീ വീണ്ടും എറിയുന്നത്. അപ്പോൾ എന്താണ് അവന് വല്ല വ്യക്തിത്വം ഉണ്ടോ? ഗബ്രിക്ക് യാതൊരു വ്യക്തിത്വമില്ല. ഓരോ ദിവസം അവൻ്റെ എന്താ പറയുന്നത് ഗ്രാഫ് ഇടിഞ്ഞിടിഞ്ഞാണ് വരുന്നത്. പ്രേക്ഷക മനസ്സിൽ വെറുപ്പാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും ഗബ്രിയേൽ നല്ല രീതിയിൽ കളിച്ച് മുന്നേറാണെങ്കിൽ അവന് നല്ലത്. അല്ലെങ്കിൽ പവർ ഹൗസിൻ്റെ ഇതിൽ നിന്നും പുറത്ത് ചാടി കഴിഞ്ഞാൽ അവൻ നോമിനേഷൻ വരുന്നുള്ളത് 101% ഉറപ്പാണ്. അപ്പോൾ പ്രേക്ഷകർ അവനെതിരെ എന്തായാലും വോട്ട് ചെയ്തു എന്നുള്ള ഉറപ്പാണ്. ഒരാൾ എന്തായാലും പുറത്തു പോകും, മിക്കവാറും പുറത്തു പോകുക ഗബ്രിയേലായിരിക്കും. ജാസ്മിന് പിന്നെയും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഫാൻസ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നിലനിന്ന് പോകും. പക്ഷേ ഗബ്രിയേലിൻ്റെ കാര്യം എന്തായാലും റിസ്ക്കിലാണ്. അതാണ് എനിക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നി. പിന്നെ ശ്രീരേഖയുടെ വിവാഹ വാർഷികം, അതുപോലെ അർജുൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അത് കേക്കൊക്കെ കൊടുത്ത് ബിഗ് ബോസ് അത് ഗംഭീരമാക്കി ആഘോഷിച്ചിട്ടുണ്ട്. അവരൊക്കെ ഹാപ്പിയാണ്. അപ്പോൾ നാളെ ഇനി എന്തായിരിക്കും ഈ ജാസ്മിൻ്റെയും ഗബ്രിയേലിൻ്റെയും പുതിയ തരത്തിലുള്ള എന്തെങ്കിലും ക്രിഞ്ച് മൊമെൻറ്റ്സ് തന്നെയായിരിക്കും നമുക്ക് കൂടുതൽ പറയാനുണ്ടാവുക. അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത റിവ്യൂ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.